പിന്നെ ഉള്ളൊരു വെറൈറ്റി നമ്മുടെ പുതിയ ഒരു പാട്ടുണ്ട്, ഇല്ലുമിനാറ്റി. ഇലുമിനാറ്റി ഓരോ പാട്ടും കവിതയായിട്ട് എഴുതുമ്പോൾ ഒരു കവിതാ ട്യൂൺ ഉണ്ടാവും. അതെ അതെ, ഏത് പാട്ടാണെങ്കിലും അത് പിന്നീട് സംഗീത സംവിധാനം ട്യൂൺ ചെയ്യുമ്പോഴാണ് ആ ട്യൂണിലേക്ക് വരുന്നത്. അതെ. അപ്പൊ ഇത് ആ കവിതയായിട്ട് എഴുതിയപ്പോൾ എങ്ങനെയായിരിക്കും അതിന്റെ ട്യൂൺ നമുക്കൊന്ന് ഇമാജിൻ ചെയ്തു നോക്കാം. ഓക്കെ ഓക്കെ. വർഷ ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. നാടിൻ നന്മകനെ പൊന്മകനെ തായവനെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ ഇല്ലുമിനാറ്റി. പേനാ കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്തൂഹരിസി, തോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാത്ത വ്യാധി, നെഞ്ചിൽ പൂട്ടിവച്ചൊരംഗക്കലി തീരാത്ത വാശി, ഇവൻ മീശ വച്ചൊരാട്ട പുലി ഇല്ലുമിനാറ്റി. ഇല്ലുമിനാറ്റി എന്റെ ഏറ്റവും പുതിയ അതെ. ഇല്ലുമിനാറ്റി. അടുത്ത കവിത ഉണ്ടോ? അടുത്ത കവിത ഉണ്ട്. ഏതാ? ബ്രാൻഡി കുപ്പി. ബ്രാൻഡി കുപ്പി. ഇവിടൊരു ചാകരയും വേലകളി ഒത്തുവന്നപ്പോൾ ചിലരുടെ തോർത്തു കീറിപ്പോയ കാര്യം ഓർത്തു പോകവേ, നിന്റെ അമ്മയുടെ സോറി എന്റെ അമ്മയുടെ ജിമിക്കും കമ്മലും എന്റെ പൻ കട്ടോണ്ട് പോയി, എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തു. അങ്ങനെ അല്ല, ഇതിന്റെ കുറച്ചൊരു കവിതയൊക്കെ ഇങ്ങനെ അതെ അതെ അതെ. ഇത് കവിതയായിട്ട് മാത്രം കാണുമ്പോഴേ അതെ അതെ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ക്ലബിലൊക്കെ ഓണാഘോഷങ്ങൾ പണ്ടത്തെ നമ്മുടെ നാടൻ പ്രദേശത്താകുമ്പോ ഈ സൗണ്ട് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ 2 ബോക്സൊക്കെ വെച്ചിട്ടായിരിക്കും അവരാണ് ചെറിയ ആംപ്ലിഫയറും ഇതൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇത് പറയാം, വെള്ളംകുടി മത്സരത്തിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എത്ര പെടുത്ത കമ്മിറ്റി ഓഫീസിൽ ബന്ധപ്പെടുക. അത് നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യാം. ഒന്നും കേൾക്കില്ല, മൊത്തം പത്രം കഴിക്കും. പിന്നെ കുഞ്ഞു പിന്നെ പെട്രോൾ പമ്പില് നമ്മള് പെട്രോളൊക്കെ അടിക്കും, ഡീസലും ഇതൊക്കെ അടിക്കില്ലേ, പെട്രോൾ പെട്രോൾ പെട്രോൾ, ഡീസലാണെങ്കിൽ ഡീസൽ 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 അല്ലേ. അങ്ങനെയുള്ള കുറിഞ്ഞു നുറുങ്ങുന്ന സൗണ്ട് ചിലപ്പോൾ സ്റ്റേജ് ചെയ്യില്ല. പക്ഷെ ഈ ഒബ്സർവേഷനാണ് അരുണിനെ ഇങ്ങനെ ഒരു വലിയ കലാകാരനിലേക്ക് എത്തിക്കുന്നത്. കാരണം നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന അതൊരു ഭീകര പ്രവർത്തനമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നമുക്ക് വലിയ വലിയ കണ്ടൻസ് കിട്ടും. അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം. ഒത്തിരി താരങ്ങളുടെ ശബ്ദം, അതായത് നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഗായകരുടെ ശബ്ദങ്ങൾ, അത് ഡ്യുവറ്റായിട്ട് ഫീമെയിലും മെയിലും ഒക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുകയും നന്നായി പാടുകയും ചെയ്യുന്നൊരു കലാകാരൻ. പാട്ടുകാരനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്. അപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ അല്ല, ഇനി വരുന്ന കലാകാരികൾ കൂടുതൽ അങ്ങനെ കുറച്ച് കലാകാരനെ ഉണ്ടാക്കിയെടുക്കുക. അതായത് പിള്ളേരെല്ലാം വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം നമുക്ക് ഒരു കല പഠിപ്പിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കുട്ടിയെ ഒരു കല പഠിപ്പിക്കുകയാണെങ്കിൽ അവരാ കല പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് പോക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ചിന്തകളിലേക്കും മദ്യപാനത്തിലേക്കോ മയക്കുമരുന്നിലേക്കൊന്നും പോകാൻ സാധ്യത കുറഞ്ഞു കിട്ടും. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു ചിന്ത ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റ് ചിന്തകളിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തമായിട്ട് നടക്കുവാണ്. അപ്പോൾ നമുക്ക് സൈഡായിട്ട് എപ്പോഴും ഒരു മനുഷ്യൻ ഒരു കല ഒരു സൈഡായിട്ട് വേണം. കല ആസ്വദിക്കുക. അത് എന്ത് കലയായാലും, പാട്ടായാലോ അല്ലെങ്കിൽ സ്പോർട്സ്, ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒരാൾ ഉറപ്പായിട്ട് ഏർപ്പെട്ടിരിക്കണം. അതല്ലാത്തവരാണ്, ഈ ആസ്വാദനങ്ങളൊന്നും ഇല്ലാത്തവരാണ് വഴിതെറ്റി പല രീതിയിലേക്കും പോകുന്നത്. തീർച്ചയായിട്ടും പ്രേക്ഷകരോട് എനിക്ക് അതാണ് പറയാനുള്ളത്. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സാമൂഹിക വിപത്തുകൾ നമ്മളിലേക്ക് കയറി വരുന്നത്. കാരണം അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ ക്ലബ്ബുകളിലേക്ക് പോയിട്ട് എന്തെങ്കിലും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഒരു നാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. അതൊരു നല്ല കാര്യം തന്നെയാണ്. പിന്നെ സാമൂഹ്യ നന്മയുടെ ഭാഗമായിട്ടൊക്കെ അത്തരം ക്ലബ്ബുകൾ അന്നും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ പറയുന്ന പുറത്തൊക്കെ പ്രവാസി ക്ലബ്ബുകളുണ്ട്. ഇപ്പൊ നാട്ടിൽ അന്യം നിന്നു, പക്ഷെ പുറത്ത് അസോസിയേഷൻ ഉണ്ട്. ഇല്ല, നമ്മുടെ ഇവിടെക്കാളും കൂടുതൽ ഓണാഘോഷം നടക്കുന്ന പുറത്താണ്. ക്രിസ്മസ് ആണ് ഇവിടുത്തെ ഓണാഘോഷം ആഘോഷിക്കുന്നത്. നാടകം വരെ ഔട്ട്. പക്ഷെ അവർ ചെയ്യുന്ന എഫർട്ട്, ഒരു കലാകാരന്മാർ ചെയ്യാത്ത എഫർട്ടാണ് നാടക കലാകാരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുണേ, ഇപ്പം നമ്മൾ സ്റ്റേജ് കലാകാരന്മാരാണ്. അരുണ് ഒരുപാട് സ്റ്റേജുകളിൽ വളരെ തിരക്കിട്ട് പോകുന്ന ഒരാളും കൂടിയാണ്. അപ്പം ഇപ്പം ഈ സ്റ്റേജ് കലാകാരന്മാർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം? പ്രധാന വിഷയം എന്ന് വെച്ചാൽ ഇപ്പം 10 മണിക്ക് ശേഷം
സൗണ്ട് ഓഫ് ആക്കുന്നുണ്ട്, അത് ചിലപ്പോൾ മലിനീകരണം എന്തോ ആയിക്കോട്ടെ. പക്ഷെ നമ്മുടെ ജോലിയാണത്. എൻ്റെ നാട് കൂട്ടം, ഞങ്ങൾ ഒരുപാട് ദൂരത്താണ് ഒരു പ്രോഗ്രാം സ്ഥലത്ത് വരുന്നത്, കൊല്ലത്തോ അല്ലെങ്കിൽ തൃശ്ശൂർ, കോഴിക്കോട്. നമ്മൾ വണ്ടി ഓടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 7 മണിക്ക് ഒരു പ്രോഗ്രാം തുടങ്ങണമെങ്കിൽ 7 മണിക്ക് തുടങ്ങി 10 മണിക്ക് തീരണം എന്നുള്ള എല്ലാ സ്ഥലത്തും അത് കിട്ടിയെന്നുമല്ല. ചില ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവം ചിലപ്പോൾ 12 മണിക്ക് ശേഷമായിരിക്കും അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ്, ചിലപ്പോൾ ആ സമയത്തായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ ആ 10 മണിക്ക് ശേഷം പ്രോഗ്രാം വെച്ചില്ലെങ്കിൽ അവിടുത്തെ ചടങ്ങുകൾ നടക്കില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പ്രോഗ്രാം ചെയ്താൽ നമുക്ക് പൈസ കിട്ടുള്ളൂ. അപ്പോൾ കലാകാരന്മാർ പ്ലസ് സൗണ്ട് എഞ്ചിനീയേഴ്സ്, ലൈറ്റ് ചെയ്യുന്നവർ, ഒപ്പം ഈ കച്ചവടക്കാർ. അപ്പോൾ ഈ ഒരു ക്ഷേത്ര കലയായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജീവിതങ്ങൾ ചുറ്റുമുണ്ട്. അത് കാണുന്നില്ല, ചിലപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം മാത്രമാണ് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ സർക്കാരിന്റെ ഭാഗത്തേക്ക് അതൊന്ന് കൂടുതൽ എപ്പോഴും പറയാറുണ്ട്, എങ്കിലും അതൊന്ന് കറക്റ്റ് ഒരു 12 മണി വരെ നീട്ടുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ 2 മണിക്കൂർ നീട്ടുവാണെങ്കിൽ എല്ലാവർക്കും ജോലി ചെയ്യാം. ഇല്ല, നമുക്ക് അതിൽ സ്ഥിരം ജോലിക്ക് പോകുന്നവരുടെ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ജോലിക്ക് പോയാൽ മതി. എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ നാളെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് മേഖലയുണ്ട്. സൗണ്ട് ആൻഡ് ലൈറ്റ് ആയാലും അല്ലെങ്കിൽ മറ്റ് ഈ തട്ടുകട വ്യാപാരം, രാത്രികളിൽ ഇപ്പൊ ഈ പ്രോഗ്രാം 10 മണിക്ക് അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കച്ചവടത്തെ അത് ബാധിക്കുന്നുണ്ട്. ഇത് ബിസിനസ് കൂടുതൽ ഒരിക്കലും കുറയില്ല. ഇപ്പൊ സാധാരണ പകലിനേക്കാൾ കൂടുതൽ കച്ചവടം, കാരണം ഇപ്പൊ വെയിൽ കൂടുതലുള്ളതാണ് പകൽ കച്ചവടങ്ങളും കൂടുതൽ രാത്രിയിലത്തേക്കായി. പുറത്തും രാത്രിയാണ് കൂടുതൽ കച്ചവടങ്ങൾ നടക്കുന്നത്. അത് ശരിക്കും നല്ല കാര്യം തന്നെയാണ്. ഉറങ്ങുന്നവരെന്തായാലും സമാധാനമായിട്ട് ഉറങ്ങും. ഒരിക്കലും ഒരു പള്ളിയിൽ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ ചുറ്റും എന്തായാലും സൗണ്ട് ഉണ്ടാവുമല്ലോ. അത് ഓൾറെഡി ആ പെരുന്നാളെ ഉത്സവം കഴിയുന്നവരെ ഓൾറെഡി സൗണ്ട് ഉണ്ടാവും. ഒരു 10 മണിക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒന്നും നന്നാവാനും പോകുന്നില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. കുടുംബം, കുട്ടികൾ, അവരെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. വൈഫിന്റെ ഒരു ഗ്രീഷ്മ, മോളുണ്ട് അദ്വൈത, അമ്മയുണ്ട്, അച്ഛനില്ല, സുഖമായിട്ട് കഴിയുന്നു, സന്തോഷമായിട്ട് പോകുന്നു. ഗ്രീഷ്മ എത്രയല്ല പഠിക്കുന്നത്? ഗ്രീഷ്മ പഠിക്കുന്നതല്ല, അല്ല ഗ്രീഷ്മ വൈഫ്. സോറി അദ്വൈത എത്രയല്ല പഠിക്കുന്നത്? 3 വയസ്സായുള്ളൂ. 3 വയസ്സായിട്ടുള്ളൂ. ഇനി അംഗൻവാടിയിലൊക്കെ വിടാനുള്ള പ്രായം ആയിട്ടുള്ളൂ. അമ്മയുണ്ട്, അച്ഛനില്ല. ഓക്കെ. അപ്പൊ എന്തായാലും സകുടുംബം സ്വസ്ഥമായി കോതമംഗലത്ത് താമസിക്കുന്നു. യെസ്.